ഹലോ ഹലോ, എന്തായി? നീ ഇന്ന് വീട്ടിലോട്ട് വാ, ഇവിടെ ഇന്ന് വർഷമില്ല. സെറ്റ് ദൈവത്തി. സ്റ്റോപ്പാ അത് തുടങ്ങിയില്ലല്ലോ. അല്ല, ഞാൻ സ്റ്റാർട്ട് ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ. അല്ല, നമ്മളൊരു വണ്ടി ഓടിക്കാൻ വന്നതാണ്, സ്റ്റാർട്ടും സ്റ്റോപ്പൊക്കെ പറയാൻ. റത്തുല, നീ എന്നെ വെറുതെ കൺഫ്യൂസ് ആക്കല്ലേ. ഇറ്റ്സ് ആ ഫസ്റ്റ് കേസ്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഓ യെസ്, ഫോക്കസ്. അല്ല, നീ ഏത് സൈഡ് എടുക്കുന്നേ? സൈഡാ? നമ്മൾ ഈ കിസ് ചെയ്യാൻ വരുമ്പോഴേ തല ഒരു സൈഡിലേക്ക് തിരിക്കണ്ടേ, അപ്പൊ നീ ഏത് സൈഡ് എടുക്കണേ? ഓ, ഏതെങ്കിലും ഒരു സൈഡ് എടുക്കരുതല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ഈ സൈഡേ. എടാ മച്ചാനെ, നീ ലഞ്ചിന് നമ്മുടെ ചേച്ചിയുടെ കടയിലുള്ള ചാളയല്ലേ കഴിച്ചേ? അവര് പഴയ മീൻ കിട്ടെന്ന് പറഞ്ഞ് കട അടപ്പിച്ചു. എടാ നീ. അതെ, ഞാൻ പല്ലേച്ചേ മൗത്ത് ഫ്രഷ് കഴിച്ചു. ഉറപ്പ്. നമ്മുടെ ഫസ്റ്റ് കിസ് അല്ലേ മുഖ്യം, നമുക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അതെ, ഫസ്റ്റ് കിസ് അത് വേണം. അയ്യോ, ഇത്രയൊക്കെ സ്ട്രെസ്ഡ് ആയിട്ട് നീ എന്തിനാ ഫസ്റ്റ് കിസിനെ മുതിരുന്നേ? കിസ് ചെയ്തില്ലെങ്കിൽ നീട്ടിട്ട് പോകുന്നതാ ഇവളാ പറഞ്ഞത്. ആര്? ഇവളാ? ഒറ്റ ചവിട്ട് ഞാൻ. ഉപദേശി, സാമദ്രോഹി. അവളൊന്നും പറയണ്ട, എനിക്ക് നിന്നെ ലൂസ് ചെയ്യാൻ വയ്യ, അതാ. അതിന് നിനക്കിപ്പോൾ അവസ്ഥയുടെ പേരാണ് OCD. അത് ഇതുവരെ തിരിച്ചറിയാൻ പറ്റില്ലെങ്കിൽ ഇനിയെങ്കിലും മനസ്സിലാക്ക്. ഇതൊക്കെ ഓവർകം ചെയ്യാൻ ടൈം എടുക്കും, പക്ഷേ ആദ്യം അതൊക്കെ ഒന്ന് തുറന്ന് സംസാരിക്കാം. തുറന്ന് സംസാരിക്കാൻ നിന്നെ കിട്ടണ്ടേ? നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട് 2 മാസമായി. ഓ, 2 മാസത്തിന് മുമ്പ് നമ്മൾ പിന്നെ മീറ്റ് ചെയ്തിട്ടില്ലല്ലോ. പിന്നെ 2 മാസം മീറ്റ് ചെയ്യാതിരുന്നത് ഞാൻ എനിക്കുള്ള പ്രശ്നം നിന്നോട് എങ്ങനെ പറയുന്നുള്ള എന്റെ ആശയക്കുഴപ്പത്തിലായിരുന്നു. എനിക്കറിയാം, നിനക്ക് വേണ്ട ബ്രേക്കപ്പ് അല്ലേ? അതെ, ബ്രേക്കപ്പ് ആണ്. എന്നിട്ടേ ഈ ഇരിക്കുന്ന വർഷയല്ലേ അവളെ പ്രപ്പോസ് ചെയ്യാനാണ്. എന്തമ്മോ, 2 ലോക ബോൾട്ടുകളാണ് എന്റെ ദൈവമേ. എന്റെ കാവനി, എന്റെ പ്രശ്നം അറിയാമോ? ഞാൻ ഉറക്കത്തിൽ കൂർക്കം വലിക്കും. കൂർക്കം വലിക്കൂ? എന്താ, നിനക്ക് ബ്രേക്കപ്പ് ചെയ്യണോ? അതല്ല, പെട്ടെന്ന് കേട്ടപ്പോ. ആ, അതേപോലെ നീ ബ്രേക്കപ്പ് ചെയ്യൂലേ എന്നുള്ള ഭയം എനിക്കുണ്ടായിരുന്നു. ഇതൊക്കെ ഒന്ന് തുറന്ന് പറയാനാ ഞാൻ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇതേപോലെ നീ എന്നെ മീറ്റ് ചെയ്ത് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞാൽ തീരാവുന്നേ ഉള്ളൂ നമ്മുടെ പ്രശ്നം. പിന്നെ ഇതേപോലത്തെ കൂതറ ഫ്രണ്ട്സിന് ഉപദേശം കേൾക്കാതിരുന്നാ മതി, കേട്ടല്ലോ. അതെ, കുറച്ച് വേർപ്പാലുണ്ട്, സീനാണോ?